ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെയെല്ലാം വെട്ടി നീക്കിക്കളയും. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ വായിക്കുന്ന വചനം. ഇവിടെ യേശു പ്രധാനമായും 2 കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു. ഒന്നാമത്തത്, എന്റെ പിതാവ് കൃഷിക്കാരനാണ്, ഞാൻ യഥാർത്ഥ മുന്തിരിച്ചെടിയാണ്, നിങ്ങളെല്ലാവരും ശാഖകളുമാണ്. അപ്പോൾ യേശു ആകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ യേശു ആകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയായി മാറണം. നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നിന്നെ സഹായിക്കുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന തായ്തണ്ടായ യേശുവിനോട് ചേർന്ന് നിൽക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, യേശുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിന്നില്ല എങ്കിൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കില്ല. ഇങ്ങനെ ഫലം പുറപ്പെടുവിച്ചില്ല എങ്കിൽ കൃഷിക്കാരനായ പിതാവ് ഈ ഫലം പുറപ്പെടുവിക്കാത്ത ശാഖയെ തായ്തണ്ടിൽ നിന്ന് വെട്ടി നീക്കിക്കളയും. അതുപോലെ ശാഖ ഫലം പുറപ്പെടുവിച്ചാൽ മാത്രം പോരാ, ഫലം പുറപ്പെടുവിക്കുന്ന ശാഖ കൂടുതൽ ഫലം പുറപ്പെടുവിക്കണം. അപ്പോൾ രണ്ടാമതായിട്ട് ശാഖനെ വെട്ടുന്നത് ഫലം പുറപ്പെടുവിക്കാത്തതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ശാഖ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് അതിനെ വെട്ടിയൊരുക്കും. ഈശോ ഇതിലൂടെ പറഞ്ഞിരുന്നു, നീ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും യേശുവിനോട് ചേർന്ന് നിന്ന് നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമാകണം. ഇങ്ങനെ നീ നന്മയുടെ, സ്നേഹത്തിന്റെ, വിശ്വസ്തതയുടെ, അനുകമ്പയുടെ, കരുണയുടെ, വാത്സല്യത്തിന്റെ, ഇങ്ങനെ മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കുന്ന ഏതെല്ലാം വിധത്തിലുള്ള ഫലമാണോ നിന്റെ ജീവിതം കൊണ്ട് നീ പുറപ്പെടുവിക്കുന്നത്, ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ ഇത്തരത്തിലുള്ള ഫലങ്ങളെല്ലാം പുറപ്പെടുവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും കർത്താവ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നിന്നെ വെട്ടിയൊരുക്കി എന്ന് വരാം. ഏതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഈ വെട്ടിയൊരുക്കൽ? മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ച, പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം, പ്രതീക്ഷിക്കാത്ത ഒരു നഷ്ടം, പ്രതീക്ഷിക്കാത്ത ഒരു രോഗം,
പ്രതീക്ഷിക്കാത്ത ഒരു അപകടം, പ്രതീക്ഷിക്കാത്ത ഒരു മരണം, ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ളത് ഏത് സംഭവിക്കുന്നോ സംഭവിക്കുന്ന ഓരോന്നിലും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് വന്നു, ആ അപകടത്തിൽ എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വ്യക്തി മാത്രം മരിച്ചു, എന്തുകൊണ്ട് ഇത്രയും ചെറുപ്രായത്തിലെ എന്റെ ജീവിത പങ്കാളി മാത്രം, എന്റെ മക്കൾ മാത്രം, എന്റെ പ്രിയപ്പെട്ടവർ മാത്രം മരിക്കാനിടയായി, ഇങ്ങനെയുള്ള ചില അവസരങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതല്ല എന്ന് ചോദിക്കേണ്ടത്. മറിച്ച് ഇങ്ങനെ പ്രതീക്ഷയ്ക്ക് വിപരീതമായത് സംഭവിക്കുമ്പോൾ അത് രോഗമായിട്ടാകാം, തകർച്ചയായിട്ടാകാം, നഷ്ടമായിട്ടാകാം, അപകടമായിട്ടാകാം, മരണമായിട്ടാകാം, ഏതായാലും ഞാന് ആ സന്ദർഭത്തിൽ സാഹചര്യത്തിൽ മനസ്സിലാക്കണം, ഈ അപ്രതീക്ഷിതമായിട്ട് വരുന്നത് മുഴുവൻ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് വ്യക്തി ഒരുക്കുന്നതാണ്. അപ്പോൾ ഞാനും നിങ്ങളും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിലെ ഏത് രോഗവും, ജീവിതത്തിലെ ഏത് തകർച്ചയും, ജീവിതത്തിലെ ഏത് സഹനവും അത് കർത്താവ് കൂടുതൽ നിന്റെ ജീവിതം കൊണ്ട് ഫലം കായ്ക്കാൻ, നന്മയുടെ ഫലം, സന്തോഷത്തിന്റെ ഫലം, ഉയർച്ചയുടെ ഫലം, ഈ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട് വെട്ടിയൊരുക്കുന്നതാണ്. അപ്പോൾ രോഗം എന്റെ ജീവിതത്തിലെ ഒരു വേദനയ്ക്കുള്ളതല്ല, ഒരു നിരാശയ്ക്കുള്ളതല്ല, ഒരു പരാജയത്തിനുള്ളതല്ല, മറിച്ച് ഇത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് വെട്ടിയൊരുക്കുന്നതിന്റെ അടയാളമാണ് ഈ രോഗം എന്ന് മനസ്സിലാക്കണം, അടയാളമാണ് ഈ വേദന എന്ന് മനസ്സിലാക്കണം, അടയാളമാണ് ഈ സഹനം എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്റെ രോഗത്തിലും വേദനയിലും സഹനത്തിലും എല്ലാം എനിക്ക് കൂടുതൽ കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ വെട്ടിയൊരിക്കലും തായ്തണ്ടായ യേശുവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവ് എനിക്ക് കിട്ടിയാൽ മാത്രമേ ഇതിലെല്ലാം എനിക്ക് കൂടുതൽ സന്തോഷിക്കാൻ സാധിക്കുള്ളൂ, ഇതിലെല്ലാം എനിക്ക് കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ, ഇതിലെല്ലാം കൂടുതൽ തീഷ്ണതയോടെ എനിക്ക് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഓരോ വചനവും, നീ കേൾക്കുന്ന വചനം, നീ വായിക്കുന്ന വചനം, നീ ധ്യാനിക്കുന്ന വചനം, ഈ വചനങ്ങൾ ഓരോന്നും നിന്റെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനാണ്. അപ്പോൾ എന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തിന്റെ വചനം എനിക്ക് പറഞ്ഞു തരൂ, ഈ കഷ്ടതയുടെ നാളുകൾ നീ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുക, അതിനാണ് ഈ കഷ്ടത തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള തിരിച്ചറിവാണ് എന്നെ കൂടുതൽ കർത്താവിനോട് ചേർത്ത് നിർത്തുന്നത് എന്ന മനോഭാവം എന്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുകയും സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയിലും കൂടുതൽ ഫലമുണ്ടാകുന്നു. ദൈവത്തിന്റെ വചനം മനുഷ്യനിൽ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അതിനാൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുക കാനായിലെ കല്യാണത്തിലൂടെയാണ്. ഈ കാനായിലെ കല്യാണത്തിൽ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തിയിലൂടെയാണ് യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ യേശുവിന് വയസ്സ് 30 വയസ്സുള്ള ഒരുവൻ ചെയ്യാൻ പോകുന്ന അത്ഭുത പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് മറിയം പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ കേട്ടു, അത്ഭുതം നടക്കും എന്ന് പറയുമ്പോൾ യേശു പറയുന്നത് പോലെ കേട്ടോ, അവിടെ ഫലം ഉണ്ടാവും. യേശു പറയുന്നത് പോലെ കേട്ടു, അസാധ്യമായത് സാധ്യമാക്കി കിട്ടി. ഇനി പഴയ നിയമത്തിലേക്ക് കടക്കൂ. പഴയ നിയമത്തിൽ ഫറവോ ഈജിപ്തുകാരോട് പറഞ്ഞു, ഒരു 30 വയസ്സുകാരൻ ജോസഫ്. ഈ ജോസഫിനെ കുറിച്ച് ഈജിപ്തുകാരുടെ ഫറവോ പറഞ്ഞതാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം. ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ജോസഫിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന അവിടെ 55-ാമത്തെ വചനത്തിൽ ഫറവോ ഈജിപ്തുകാരോട് പറയാണ്, ജോസഫ് പറയുന്നത് പോലെ ചെയ്തു, അവൻ പറയുന്നത് പോലെ ചെയ്തു, അവിടെ വലിയ അത്ഭുതം ഉണ്ടാവും. ജോസഫ് പറയുന്നത് പോലെ ഈജിപ്തുകാർ ചെയ്യാൻ തയ്യാറായി. അപ്പോൾ അവർക്ക്
ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വഴി ദൈവം ഈ ജോസഫിലൂടെ ഒരുക്കി കൊടുത്തു. ഇന്ന് നാം ശ്രവിക്കുന്ന ഓരോ വചനത്തിലൂടെയും വചനം നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഈ വചനത്തിനനുസരിച്ച് ചെയ്യാനും പ്രവർത്തിക്കാനും തയ്യാറായിക്കോ. തയ്യാറായാൽ നിന്റെ ഈ രോഗം കർത്താവ് വെട്ടിയൊരുക്കാൻ വേണ്ടി, ഈ വെട്ടിയൊരുക്കൽ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ജീവിതത്തിലെ ഏത് വ്യത്യസ്തമായ അനുഭവമായാലും ഈ വ്യത്യസ്തമായ അനുഭവത്തിൽ നീ നിരാശപ്പെടാനോ ദുഃഖിക്കാനോ ഒന്നും വേണ്ടിയല്ല. ഈ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഓരോന്നും വചനം പറഞ്ഞുതരും. ഇത് കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഓരോ വചനവും എന്നിൽ കൂടുതൽ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ കൂടുതൽ നന്മയുടെയും ഉയർച്ചയുടെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഫലമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ ഏത് വ്യത്യസ്തമായ സന്ദർഭത്തിലും കർത്താവിലേക്ക് നോക്കി സന്തോഷിക്കാനും അഭിമാനിക്കാനും സ്തുതിക്കാനും സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, വചനത്തിലൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നു. ഈ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിവുള്ള തായ്തണ്ടിനോട്, യേശുവിനോട് ചേർന്ന് നിൽക്കണം. രണ്ട്, ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദിവാൻ ധ്യാന കേന്ദ്രത്തിലെ 7 ഭാഷകളില് വർഷത്തിന്റെ 52 ആഴ്ചയിലും മുടക്കം കൂടാതെ ഈ വചനം ഓരോ ഭാഷയിലും പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കഴിഞ്ഞ നാളുകളില് വർഷങ്ങളായിട്ടുള്ള മദ്യപാനത്തിൽ നിന്ന്, പുകവലിയിൽ നിന്ന്, ദുശീല പ്രവൃത്തിയിൽ നിന്ന്, പാപപ്രവൃത്തിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യക്തികളെയും കുടുംബങ്ങളെയും ശുദ്ധീകരിക്കുന്ന അനുഭവം ഓരോ വചനത്തിലൂടെയും ഓരോ ആഴ്ചയിൽ കടന്നു വരുന്ന ആയിരങ്ങൾക്ക് കർത്താവ് നൽകിയാണ്. ഈ വചനത്തിലൂടെ നാളുകളായിട്ടുള്ളിൽ കെട്ടിക്കിടന്നിരുന്ന വിദ്വേഷം, വെറുപ്പ്, ക്ഷമ കൊടുക്കുകയല്ല എന്നെല്ലാം കരുതിയിരുന്ന വ്യക്തികള് പരസ്പരം ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും എല്ലാം സാധിക്കുന്ന ആ വലിയ അനുഭവം, ഈ അനുഭവം നൽകുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഓരോ വചനവും മനുഷ്യ വ്യക്തികളെ ശുദ്ധീകരിക്കുന്നു. ഈ ശുദ്ധീകരിക്കുന്ന അനുഭവം വചനത്തിലൂടെ സ്വീകരിക്കുമ്പോഴാണ് ആ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക. കുറച്ചു നാളുകൾക്ക് മുമ്പ് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നൊരു സഹോദരൻ, പ്രിയപ്പെട്ടവരെ, എല്ലാ ആഴ്ചയിലും ധ്യാനം കഴിയുമ്പോൾ കുറെ ആൾക്കാർ ഞങ്ങളെ വ്യക്തിപരമായിട്ട് കാണാനും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഒരാഴ്ച ധ്യാനത്തിലേക്ക് കൂടി ഇനി ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചില കാര്യങ്ങൾക്ക് ഒരു ശരിയായ ഉത്തരം കിട്ടാൻ, ഒരു ആലോചന ഒതുക്കാനൊക്കെ ധ്യാനം കഴിഞ്ഞ് കുറെ ആൾക്കാർ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രാവശ്യം ധ്യാനം കഴിഞ്ഞ് ആ ധ്യാനത്തിൽ കാണാനായിട്ട് നിന്നിരുന്ന ആൾക്കാരുടെ എല്ലാം ഏതാണ്ട് പോയി തീരാറായി. അവസാനം ഒരു സഹോദരൻ, അവൻ നേരത്തെ വന്നതാണെങ്കിലും അവന്റെ പുറകിൽ നിന്ന ആൾക്കാരെ എല്ലാം മുമ്പിലേക്ക് കടത്തിവിട്ടു. അവൻ ഏറ്റവും അവസാനം വന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് എല്ലാവരും ഒന്ന് പോയി തീർന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ കൂടുതൽ സംസാരിക്കാനുണ്ട്. അവൻ എന്റെ മുറിയിലേക്ക് കയറി വന്നിട്ട് എന്റെ മുറിയിലേക്ക് കയറി വന്ന് എന്റെ മുമ്പ് മുട്ടുകുത്തി അവൻ കാൽക്കൽ വീണിട്ട്, അച്ഛാ തെറ്റുപറ്റിപ്പോയിച്ചാ, എല്ലാത്തിന്റെ കാരണക്കാരൻ ഞാനാച്ചാ, തെറ്റുപറ്റിപ്പോയച്ചാ, എല്ലാത്തിന്റെ കാരണക്കാരൻ ഞാനാച്ചാ. എനിക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഞാന് സ്നേഹപൂർവ്വം കുനിഞ്ഞ് ആ കാൽച്ചുവട്ടിൽ വളരെ വിഷമത്തോടെ കിടക്കുന്ന മകനെ 2 കൈയും എടുത്ത് അവനെ ഞാൻ എഴുന്നേൽപ്പിച്ചിട്ട് എന്റെ മുറിയിലെ കസേരയിൽ ആ സഹോദരനെ ഇരുത്തി. അവന് 2 കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാര ഒഴുകുക. ഞാൻ അവനെ സ്നേഹപൂർവ്വം ആശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നിട്ട് ചോദിച്ചു, മോൻ എന്താ കാര്യം? അപ്പം അവൻ പറയുക, കഴിഞ്ഞ 5 വർഷങ്ങളായി ഞാനും
എന്റെ ഭാര്യയും തമ്മിൽ പിണങ്ങിക്കഴിയുക. ഭാര്യ 3 മക്കളെയും കൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതിന്റെ എല്ലാം കാരണക്കാരൻ ഞാൻ മാത്രമല്ല. ഇവൻ ഒരു കടുത്ത മദ്യപാനിയാണ്. മാത്രമല്ല, മദ്യപിച്ച് ഇവൻ ഭാര്യനെ ഉപദ്രവിക്കും. കുറെ നാളുകളായിട്ട് ഇത് തന്നെയാണ് അവന്റെ തൊഴിൽ. ഇതിനു മുമ്പ് പല ആൾക്കാരും ഇവരെ തമ്മിൽ രമ്യപ്പെടുത്താനായിട്ട് നോക്കി. അങ്ങനെ രമ്യപ്പെട്ടു. വീണ്ടും ഒന്നിച്ച് താമസിക്കും, പ്രശ്നം വരും. അങ്ങനെ 1-2 പ്രാവശ്യം ആയിക്കഴിഞ്ഞപ്പോൾ ഭാര്യ ഒരു തീരുമാനമെടുത്തു. ഇനി മേലാൽ ഏതെല്ലാം വിധത്തിലുള്ള ഒഴിവുകൾ പറഞ്ഞാലും ആരെല്ലാം രമ്യപ്പെട്ട് വീണ്ടും പറഞ്ഞു വിട്ടാലും പോയേല. അങ്ങനെ തീരുമാനമെടുത്തിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഭാര്യയുടെ വീട്ടിൽ നിൽക്കുക. 3 മക്കളുണ്ട്. ഈ 3ാമത്തെ മകന് 5 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇവര് തമ്മിൽ അവസാനം പിണങ്ങാൻ കാരണം ഈ ഇളയ കൊച്ചിന്റെ പിതൃത്വത്തെ ചൊല്ലിയാണ് ഈ ഭാര്യ ഭർത്താവ് നമ്മൾ കലഹിച്ചത്. ഈ കൊച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് തളർന്നു കിടക്കും. അപ്പോൾ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഈ ധ്യാനത്തിലൂടെ ഈ സഹോദരന് മനസ്സിലായ കാര്യം, അന്ന് വരെ ധ്യാനം കൂടുന്നതിന് മുമ്പ് വരെ ഇയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ ശരിയാ, എല്ലാത്തിന്റെയും കുഴപ്പക്കാരി ഭാര്യയാണ്, അവളാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്, അവളാണ് ഈ കാര്യത്തിലെല്ലാം പിന്നിലുള്ളത്. അതുകൊണ്ട് എല്ലാത്തിന്റെയും കുഴപ്പക്കാരി ഭാര്യയാണ് എന്ന് കരുതിയാണ് അയാളുടെ ഉള്ളിൽ ഈ ഭാര്യയോട് ദേഷ്യവും വെറുപ്പും എപ്പോഴൊക്കെ കാണുന്നോ അപ്പോഴൊക്കെ കലഹമുണ്ടാക്കുന്നത്. ഇയാൾക്ക് ധ്യാനത്തിൽ കൂടിയപ്പോൾ മനസ്സിലായി, ഭാര്യ അല്ല കുഴപ്പക്കാരി, യഥാർത്ഥത്തിൽ കുഴപ്പക്കാരൻ ഞാനാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ കുഴപ്പമുണ്ടാക്കിയ വ്യക്തി ഞാനാണ് എന്ന് മനസ്സിലായപ്പോൾ തന്റെ തെറ്റിനെ ഓർത്ത് അനുദപിച്ചു, നല്ല കുമ്പസാരമൊക്കെ നടത്തി, കൗൺസിലിംഗ് ഒക്കെ നടത്തി. പക്ഷേ ഇയാൾ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയുമായിട്ട് രമ്യപ്പെട്ടിട്ട് കഴിഞ്ഞ 5 വർഷമായി തകർന്നു കിടക്കുന്ന ഞങ്ങളുടെ കുടുംബം ഒന്ന് ശരിയാക്കണം. ഇനി അവള് എന്റെ കൂടെ വന്നില്ലേലും കൂടെ ഒന്നിച്ച് താമസിച്ചില്ലേലും കുഴപ്പമില്ല. ഒരു കാര്യം, എനിക്ക് അവളുടെ മുഖത്ത് നോക്കിയിട്ട് അവളുടെ കാലെ പിടിച്ച് ഒന്ന് ക്ഷമ ചോദിക്കണം. എല്ലാത്തിന്റെയും തെറ്റുകാരൻ ഞാൻ മാത്രമാണ്, നീ തെറ്റുകാരിയല്ല, അതിനാൽ നീ എന്നോട് ക്ഷമിക്കണം. ഇത് ഭാര്യയോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഒരു ക്ഷമ ചോദിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെയാണ് ധ്യാനം കൂടി നേരെ നിന്റെ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് കാര്യം പറഞ്ഞ പോരെ. അപ്പൊ ഉടനെ അയാൾ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛ എന്നെ അങ്ങോട്ട് കേറ്റിയല്ല. ഞാൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അയൽവക്കംകാരെയൊക്കെ വിളിച്ചിട്ട്, ഇതിനു മുമ്പ് അതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, വിളിച്ചിട്ട് അവര് എന്നെ തല്ലി ഓടിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തിലൊന്ന് അച്ഛ ഇടപെടണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ സഹോദരന്റെ ആത്മാർത്ഥമായിട്ടുള്ള അനുതാപവും, കഴിഞ്ഞ നാളുകളിൽ അവയാളുടെ ഭാഗത്ത് ഒത്തിരിയേറെ തെറ്റ് വന്നിട്ടുണ്ട്, ശരിയാ. പക്ഷേ ഈ ധ്യാനത്തിലൂടെ അയാളുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു അനുതാപം ഉണ്ട് എന്നും ഇയാൾ മാനസാന്തരപ്പെട്ട് നല്ലൊരു ജീവിതം, നല്ലൊരു കുടുംബം നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയാളെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഉള്ളിൽ ശക്തമായിട്ട് പതറി. അവിടെ ഞാൻ കരുതി, എങ്ങനെയായിട്ടും എന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ കാര്യത്തിൽ നിന്ന് ഇടപെട്ടിട്ട് ഏതെങ്കിലും വിധത്തിൽ ശരിയാക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കും. ഞാന് അവന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ മോളിൽ ഗസമനിൽ പോയി ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ധ്യാന മന്ദിരത്തിലെ ശുശ്രൂഷകളുടെ എല്ലാം വിജയത്തിന് വേണ്ടി 24 മണിക്കൂറും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധന എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുന്ന ആ സ്ഥലമാണ് ഗസമൻ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഞാന് ഇവരോട് പറഞ്ഞു, നീ ആ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ആരാധന മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിന്റെ ഭാര്യയോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നീ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നീ വീണ്ടും എന്റെ അടുത്ത് വരിക. ഞാൻ അവനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടിട്ട് അവന്റെ ഫോൺ നമ്പറിൽ അവന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് വിളിച്ചു. ഫോൺ എടുത്തത് ആദ്യം ആ ഭാര്യയുടെ അമ്മയാണ്. ഞാനിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. മകളുടെ ഭർത്താവിനെ കുറിച്ചാണ് എന്ന് കേട്ടപ്പോൾ തന്നെ എന്റെ അച്ഛ, അവന്റെ ഒരു സൂക്കേടാണിത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം പലരെക്കൊണ്ട് വിളിച്ചിട്ടുണ്ട്, അവൻ ഒരു കാലത്ത് നന്നാൻ പോകുന്നില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ ഇവനെ അടുപ്പിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ ദയവേദി ഇതിനകത്ത് ഇടപെടരുത്. ഞാൻ അമ്മച്ചോട്
ഇച്ചിരി സാന്ത്വന വാക്കൊക്കെ പറഞ്ഞു. കാരണം അമ്മച്ചി പറയുന്നതിനകത്ത് കാര്യമുണ്ട്. അമ്മച്ചിയുടെ ഇന്നലകളിലുള്ള ഇവനെ കുറിച്ചുള്ള അനുഭവമൊക്കെയാണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. ഇതൊക്കെ അമ്മച്ചിയോട് ഞാൻ സാന്ത്വന വാക്കൊക്കെ പറഞ്ഞ് മകളുടെ കയ്യിലേക്ക് ഫോണൊന്ന് കൊടുക്കാവും. മകളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. ഞാൻ ആ മകളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതെന്റെ ഭാര്യയോട് പറഞ്ഞു, അവൻ ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നത്, നീ ഒരാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ഒന്ന് കൂടിയിട്ട്, നിങ്ങൾ ഏതായാലും ഇപ്പോൾ ഡൈവേഴ്സിന് വേണ്ടിയിട്ട് കേസൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്, ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ ആഗ്രഹിക്കുന്നതാണല്ലോ പറഞ്ഞത്. ശരി, നിങ്ങളത് ചെയ്തു. ഏതായാലും വിവാഹം എന്ന കൂദാശയുടെ കർത്താവിന്റെ അൾത്താരുടെ മുമ്പിൽ വെച്ച് കൂട്ടി യോജിപ്പിച്ചതല്ലേ? ആ കൂട്ടി യോജിപ്പിച്ച ദൈവത്തിന്റെ മുമ്പിൽ തന്നെ വെച്ച് നിങ്ങൾക്ക് ശരിയാകുന്നില്ലെങ്കിൽ പിരിയാനായിട്ടുള്ള ഒരു സ്ഥലം കൂടെ ദൈവത്തിന് മുമ്പ് തന്നെയായിട്ട് തെരഞ്ഞെടുക്കുക. അതിന് ഈ ധ്യാനം തെരഞ്ഞെടുക്കുക. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും ഇത് യോജിച്ചു പോകാനായിട്ട് നിർബന്ധിക്കല്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, നീ ഡൈവോഴ്സ് കൊടുത്ത് വിവാഹ ബന്ധം വേർപെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹിക്കുന്നതും കൂട്ടി യോജിപ്പിച്ച ദൈവത്തിന്റെ മുമ്പിൽ വന്ന് തന്നെയാകട്ടെ. അതിനാണ് ഞാൻ നിർബന്ധിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ധ്യാനം കൂടാനായിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ ധ്യാനം കൂടാൻ വരാം. പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛാ, 5 വർഷമായിട്ട് ജന്മന തളർന്നു കിടക്കുന്ന എന്റെ മകനുണ്ട്. ഈ മകനെ കൊണ്ട് എനിക്ക് ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ധ്യാനം കൂടാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് എന്റെ അമ്മ ഈ ഒരാഴ്ച കൊച്ചിനെ നോക്കാനായിട്ട് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ധ്യാനം കൂടാൻ വരാം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കയ്യിലേക്ക് ഫോണൊന്നും കൂടെ കൊടുക്കും. ഞാൻ അമ്മച്ചോട് സംസാരിച്ച് ഒരു ഉപകാരം ചെയ്യണം. മകൾ ധ്യാനത്തിൽ വരുമ്പോൾ മകളുടെ തളർന്നു കിടക്കുന്ന കൊച്ചിനെ ഒന്ന് നോക്കാൻ തയ്യാറാകണം. മനസ്സോടെ ആണെങ്കിൽ അമ്മ തയ്യാറായി. പിറ്റേ ദിവസം ഞായറാഴ്ച ഈ ഭാര്യ ധ്യാനം കൂടാനായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. ഞാൻ ഇവിടെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്ന അവളുടെ ഭർത്താവ് 2ാമത്തെ ധ്യാനത്തിന് കൂടാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2ാമത്തെ ആഴ്ചയിൽ ഭാര്യയും ഭർത്താവും 2 പേരും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം കേൾക്കുകയാണ്. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് വരെ ഭർത്താവാണ് കുഴപ്പക്കാരൻ എന്ന് ചിന്തിച്ചിരുന്ന ഭാര്യ പറയുന്നു, ഞാനാണ് എല്ലാത്തിന്റെയും കുഴപ്പക്കാരി. എന്റെ ഭർത്താവ് എന്ന് എന്നോട് അങ്ങനെ പെരുമാറിയപ്പോൾ, ഇങ്ങനെ ചെയ്തപ്പോൾ, ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് അവിടെയൊക്കെ സ്നേഹത്തോടും ഔദാര്യത്തോടും അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് പെരുമാറിയായിരുന്നു എങ്കിൽ അന്ന് ആ വഴക്കുണ്ടായാലായിരുന്നു, അന്ന് അതുപോലത്തുള്ളതായ ഒരു പ്രവൃത്തി ഉണ്ടായാലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് യഥാർത്ഥത്തിൽ തെറ്റുകാരി എന്ന് ഭാര്യ പറയുന്നു. പ്രിയപ്പെട്ടവരെ, 2 പേരും കർത്താവിന്റെ തിരുമുമ്പിലേക്ക് വന്നപ്പോൾ, ഇന്നലകളിലെ അവരുടെ ജീവിതത്തെ ദൈവത്തിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനത്താൽ ഇന്നലകളുടെ അവരുടെ ജീവിതത്തെ മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായി. ധ്യാനത്തിന്റെ വ്യാഴാഴ്ച ദിവസം ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥന ശുശ്രൂഷയുണ്ട്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ സമയത്ത് ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ മുട്ടുകുത്തി കാലിൽ പിടിച്ച് മാപ്പ് ചോദിച്ചു. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി കാലിൽ പിടിച്ച് മാപ്പ് ചോദിച്ചു. 2 പേരും ദമ്പതികളുടെ ശുശ്രൂഷയുടെ സമയത്ത് വന്നുപോയ തെറ്റിനെ ഓർത്ത് അനുദപിച്ച് പരസ്പരം കരഞ്ഞ് കണ്ണീരൊഴുക്കി പാദങ്ങൾ ആ കണ്ണീരിന്റെ നനവിനാൽ നനഞ്ഞപ്പോൾ യേശു കൂട്ടിയോജിപ്പിച്ച കർത്താവ് ഇന്നലകളിലെ അവരുടെ മനസ്സിന്റെ മുറിവുകളെയും വേദനകളെയും മുഴുവൻ കഴുകി ആ ഭാര്യയെയും ഭർത്താവിനെയും ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. വലിയ സന്തോഷത്തോടെ ആ ദമ്പതികളുടെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം എന്റെ അടുക്ക് വന്നിട്ട് അവർ വലിയ സന്തോഷത്തോടെ കാര്യം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഞങ്ങൾക്ക് ചെറിയൊരു വിഷമമുണ്ട്. എന്താണെന്നറിയാവോ, ഞങ്ങൾ 2 പേരും തെറ്റുകൾ മനസ്സിലാക്കി രമ്യപ്പെട്ട് വലിയ സന്തോഷമായി. പക്ഷേ ഇന്നലകളിൽ ഞങ്ങളുടെ ആരോപണം മൂലം, തെറ്റിദ്ധാരണ മൂലം, പരസ്പരമുള്ള ആ വൈരാഗ്യത്തിന്റെ അവസ്ഥ മൂലം സംഭവിച്ച ഒരടയാളമുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ 5 വർഷമായി തളർന്നു കിടക്കുന്ന മകൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്നേഹത്തിൽ ഇന്ന് വൈകുന്നേരമുള്ള ആന്തരിക സൗഖ്യ ആരാധനയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ അനുഗ്രഹം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിന്റെ വ്യാഴാഴ്ച ദിവസം രാത്രി ആന്തരിക സൗഖ്യ ആരാധനയൊക്കെയാണ്. ഭാര്യയും ഭർത്താവും ധ്യാന ഹോളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് രാത്രിയിൽ ഒരു 9 മണിയായപ്പോൾ ഈ ഭാര്യയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ ഫോൺ വരികയാണ്. വലിയ സന്തോഷത്തോടെ അമ്മ വിളിക്കുന്നത്. എന്താണ് ഫോൺ അറിയാലോ? ഒരു 5 മിനിറ്റ് മുമ്പ് കഴിഞ്ഞ 5 വർഷമായിട്ട് ജന്മനാ താഴ്ന്നു കടന്നിരുന്ന ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും മകൻ വീട്ടിൽ എഴുന്നേറ്റ് നടക്കുന്ന സന്തോഷ വാർത്തയാണ് ഫോണിലൂടെ ആ അമ്മ എനിക്ക് വിളിച്ചു പറയുന്നത്.
പ്രൈസ് ദി ലോർഡ്. എനിക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ആരാധന കഴിഞ്ഞപ്പോൾ ആ ഭാര്യനെയും ഭർത്താവിനെയും ഞാൻ വീണ്ടും വിളിപ്പിച്ചു. ഞാൻ ഈ സന്തോഷ വാർത്ത അവൾ പറഞ്ഞു. അപ്പോൾ വലിയ സന്തോഷം അവൾക്ക്. എന്താണെന്നറിയാവോ? കഴിഞ്ഞ നാളുകളായിട്ട് കർത്താവ് കൂട്ടിയോജിപ്പിച്ച ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ തകർച്ചയെ, വെറുപ്പിനെ, വൈരാഗ്യത്തെ, ഞാനാണ് തെറ്റുകാരൻ, ഞാനാണ് തെറ്റുകാരി എന്ന് ഭാര്യയും ഭർത്താവും കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞപ്പോൾ അവർ ശ്രമിച്ച വചനം അവരുടെ ഇന്നലകളിലെ ജീവിതത്തെ പൂർണ്ണമായും വിശുദ്ധീകരിച്ചു. അവരുടെ ജീവിതത്തെ ദൈവത്തിന്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ അവരുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കുകയാണ്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം നടക്കും. ഇതാ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് ഭാര്യയും ഭർത്താവും കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ സകല തെറ്റുകളെയും ദൈവത്തിന്റെ തിരുമുമ്പിൽ അടിയറ വെച്ചിട്ട് അവർ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ സ്വീകരിച്ച വചനത്തിന്റെ വിശുദ്ധി അവരുടെ കുടുംബത്തിൽ രോഗിയായി കടന്നിരുന്ന മകന് പരിപൂർണമായ സൗഖ്യം യേശുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും സ്വീകരിക്കാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇതാ ഭാര്യയും ഭർത്താവും കഴിഞ്ഞ 5 വർഷമായിട്ട് പരസ്പരം ഭിന്നിച്ചു കഴിഞ്ഞിരുന്ന ഭാര്യയും ഭർത്താവും കർത്താവിന്റെ തിരുമുമ്പിൽ വന്ന് ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ആ വചനം അവരുടെ ഇന്നലകളിലെ ജീവിതത്തെ, കുടുംബജീവിതത്തിന്റെ മേഖലകളെ വിശുദ്ധീകരിച്ചപ്പോൾ ആ വിശുദ്ധീകരണത്തിൽ ഇതാ അവരുടെ കുടുംബത്തിൽ ഫലം നൽകുന്നു. അവരുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ, സൗഖ്യത്തിന്റെ ഫലം നിറഞ്ഞു നിൽക്കുന്നു. നാളുകളായി ജന്മന തളർന്നു കടന്നിരുന്ന മകന് യേശു പരിപൂർണമായ സൗഖ്യം നൽകി. ഇതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. സുഖപ്പെടുത്താൻ, അനുഗ്രഹിക്കാൻ, വിജയം തരാൻ, ഉയർച്ച തരാൻ കഴിവുള്ള കർത്താവിനോട് ചേർന്ന് ഒരു വ്യക്തി നിന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും അത്ഭുതത്തിന്റെ ഫലങ്ങൾ, അനുഗ്രഹത്തിന്റെ ഫലങ്ങൾ, സൗഖ്യത്തിന്റെ ഫലങ്ങൾ കർത്താവ് നൽകി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഓർക്കുക, നീ ശ്രവിക്കുന്ന, സ്വീകരിക്കുന്ന ഓരോ വചനവും നിന്നെ വിശുദ്ധീകരിക്കണം. നിന്റെ ചിന്തയെ, നിന്റെ സ്വഭാവത്തെ, നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണം. ഇപ്രകാരം വിശുദ്ധീകരിക്കാൻ തയ്യാറായാൽ ആ വചനം നിന്റെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കും. ഏതെല്ലാം ഫലം? സൗഖ്യത്തിന്റെ ഫലം, സന്തോഷത്തിന്റെ ഫലം, രക്ഷയുടെ ഫലം, ഉയർച്ചയുടെ ഫലം, അനുഗ്രഹത്തിന്റെ ഫലം. ഏതെല്ലാം ഫലങ്ങൾ നിന്നിലും നിന്റെ കുടുംബത്തിലും നിന്റെ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകണോ അവ മുഴുവൻ കർത്താവ് നൽകും. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്റെ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് നീ സ്വീകരിക്കുന്ന വചനം, നീ വായിക്കുന്ന വചനം, നീ കേൾക്കുന്ന വചനം നിന്റെ ഇന്നലകളെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്ക വിധത്തിൽ കർത്താവെ നീ എന്നെ ഒരുക്കണമേ. എന്റെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിക്കുന്ന രോഗങ്ങളും കഷ്ടതകളും സഹനങ്ങളും എല്ലാം എന്നെ വെട്ടിയൊരുക്കാൻ വേണ്ടിയാണെന്നും അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണെന്നും ഈ തിരിച്ചറിവിൽ ജീവിക്കുവാൻ അങ്ങനെ സഹായിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗമാകി നിറഞ്ഞൊരു നാദം, ഒഴിയിൽ ജീവൻ പകർന്നൊരു നാദം, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം, അന്നമായി മന്ന ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി
നിരതം ഫലം നൽകാൻ തുടികൊള്ളും വചനശബ്ദം. ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം